അൻവറിന്റെ UDF പ്രവേശനത്തിന് വിലങ്ങുതടിയായി VD സതീഷനുമായുള്ള നേർക്കുനേർ യുദ്ധം. സതീഷിന് ഗൂഢലക്ഷ്യമെന്ന പരസ്യ പ്രസ്താവനയുമായി അൻവർ. TPയെ പോലെ തന്നെ വെട്ടിക്കൊല്ലാനോ മദനിയെ പോലെ ജയിലിൽ ഇടാനോ ആണ് സതീശൻ ആഗ്രഹിക്കുന്നത് എന്നും അൻവർ പറഞ്ഞു. ഈ പിണറായിസത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തിന് ഞാൻ എന്തിനും തയ്യാറായിരുന്നു. അതിനൊന്ന് കൂട്ടിപ്പിടിക്കണ്ടേ? അത് ഡിക്ലെയർ ചെയ്യാൻ ഏൽപ്പിച്ച വ്യക്തി ഇത്രയും ദിവസം അത് ഡിക്ലെയർ ചെയ്യാതെ പിടിച്ചു വെച്ച് അവസാനം ഇപ്പോൾ ഞാൻ നയം വ്യക്തമാക്കണമെന്നാണ് പറയുന്നത്. ഞാൻ തൽക്കാലം നയം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ നയം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? ഒന്നുകിൽ TP ചന്ദ്രശേഖരൻ അല്ലെങ്കിൽ അബ്ദുൽ നാസർ മദനി, ഈ രണ്ടൊരു ഘട്ടത്തിലേക്ക് ഞാൻ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അപ്പം ഇരുട്ടിൻ്റെ മറവിൽ എന്നെ വെട്ടിക്കൊന്ന് എന്നെ ഇല്ലായ്മ ചെയ്യണോ? അതല്ല, ഈ പറയുന്ന രീതിയിൽ അബ്ദുൽ നാസർ മദനിയെ ജയിലിലടച്ചതുപോലെ ജയിലിലടച്ച് എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലണോ എന്ന കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ട്. ഒരു സ്ട്രാറ്റജി ഉണ്ട്. 5 മണി തൊട്ട് 7:45 വരെ കോഴിക്കോട് ടൗണിൽ ഞാൻ കാത്തിരുന്നു. പിന്നെ എനിക്ക് കിട്ടുന്ന വിവരം അദ്ദേഹത്തിന് കുറച്ച് ധൃതിയുണ്ട്, അതുകൊണ്ട് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം പോവില്ലല്ലോ, ഈ പറഞ്ഞ കാര്യമാണല്ലോ. അപ്പോൾ കോൺഗ്രസ്സിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഈ പറയുന്ന UDF ചെയർമാനുമായി ബന്ധപ്പെട്ട ആളുകൾ അദ്ദേഹം പറഞ്ഞു അൻവറുമായി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ UDF ചെയർമാൻഷിപ്പ് ഞാൻ രാജിവെക്കും. VD സതീശൻ. അൻവർ ആദ്യം UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കട്ടെ എന്നായിരുന്നു സതീഷിന്റെ മറുപടി. പിന്തുണ പ്രഖ്യാപിച്ചാൽ മറ്റ് തടസ്സങ്ങളില്ല എന്നും സതീശൻ വ്യക്തമാക്കി. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം ആ തീരുമാനം, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാനൊരു തീരുമാനം അദ്ദേഹം പറഞ്ഞാൽ അപ്പോൾ UDFിൻ്റെ അഭിപ്രായം അപ്പം പറയും. അന്നുള്ളൂ, ഇപ്പല്ല. ആദ്യം മുതൽ ഇത്രയല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഇവരാരെങ്കിലും പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു വാക്ക്, ഒരു വാചകം ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാളും പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ പറഞ്ഞിട്ടുള്ളത്. അത് പറയണ്ടേ? അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അതും പറയില്ലായിരുന്നു. വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് മഹേഷ് ചന്ദ്രനും പ്രസാദ് ഉടുമ്പശ്ശേരിയുമാണ് ചേരുന്നത്. ആദ്യം മഹേഷ് ചന്ദ്രനിലേക്ക് പോയാൽ, മഹേഷ്, അൻവറിന്റെ പ്രസ്താവനകൾ ഇന്ന് കേൾക്കുമ്പോൾ പിടിവിട്ട് പറയുകയാണ്. VD സതീഷിനെതിരെയാണ് പ്രത്യക്ഷത്തിൽ ആക്രമണം. ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ നിലമ്പൂരിൽ VD സതീശൻ വേഴ്സസ് അൻവർ എന്ന നിലയ്ക്കായി അല്ലേ? ലക്ഷ്മി, ഇക്കാര്യത്തിൽ അൻവറിന് മുമ്പിൽ ഒരു ഡെഡ് ലൈൻ വെക്കാൻ കോൺഗ്രസ് അതുപോലെ UDF നേതൃത്വം തയ്യാറായിരിക്കുന്നു. നാളേക്കകം തീരുമാനം പ്രഖ്യാപിക്കണം. UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കുന്നുണ്ടോ, പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം. അത് വ്യക്തമാക്കാതെ ഇനി ഒരു കാര്യത്തിലും ഒരു ചർച്ചയ്ക്ക് പോലും ഇനി സാധ്യതയില്ല. അനുനയ നീക്കങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി നടത്തുകയായിരുന്നു. രമേശ് ചെന്നിത്തല നേതാക്കൾ ഇന്നും സംസാരിച്ചിരുന്നു അൻവറുമായി. പക്ഷേ അൻവർ ഈ തരത്തിൽ പെരുമാറുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുന്നില്ല നേതാക്കൾ പറയുന്നു. VD സതീഷിനെ മാത്രം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക എന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ നയം, ഇക്കാര്യത്തിൽ ഒരു തന്ത്രപരമായ നയം സ്വീകരിച്ചിരുന്നു അൻവർ. പക്ഷേ അത് വിലപ്പോവില്ല എന്നാണെന്ന് UDF നേതൃത്വം ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കാരണം PV അൻവർ സമ്മർദ്ദം അംഗീകരിച്ചു കൊടുക്കാനാവില്ല. അങ്ങനെ ഇപ്പോൾ അംഗീകരിച്ചു കൊടുത്താൽ പിന്നെ മറ്റ് പലതും അംഗീകരിച്ചു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും നേതാക്കൾ വിലയിരുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ രാത്രി 7 മണിക്കാണ് നിർണായകമായ UDF നേതൃയോഗം നടക്കാൻ പോകുന്നത്. ആ യോഗത്തിന് മുൻപായിട്ട് UDFിൻ്റെ സ്ഥാനാർത്ഥിയെ PV അൻവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് പറയുക, അതല്ല എങ്കിൽ അൻവറിൻ്റെ വഴി UDFിൻ്റെ വഴി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അൻവർ നാളെ തീരുമാനം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ വീണ്ടും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃയോഗം ചേരുന്നുമുണ്ട്. ഇതിൽ അൻവർ തന്നെ മത്സരിക്കണമെന്നും അൻവർ വന്നാൽ ജയിക്കുമെന്ന തരത്തിലേക്കുള്ള അഭിപ്രായങ്ങൾ അത് തന്നൂരിക്ക് ചില ആളുകളുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന അൻവർ കൂടിയാണ്. കാരണം അൻവർ ഉയർത്തിയ വിഷയങ്ങൾ LDFിന് എതിരാണ് എങ്കിൽ ഇപ്പോൾ UDFും അൻവർ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായി ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നീങ്ങുന്നത്. ലക്ഷ്മി, ഏതായാലും അൻവർ പറയുന്ന ആ ചുഴിയിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ വീഴുന്നില്ല. VD സതീഷിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് അവിടെ അൻവർ നടത്തുന്നത്. ഏതായാലും നാളെ അൻവർ നിലപാട് വ്യക്തമാക്കേണ്ടി വരും എന്നുള്ളതാണ്. നിലമ്പൂരിൽ നിന്ന് നാളെ വലിയ വാർത്തകൾ നമ്മൾ ഏതായാലും
പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചേരുകയാണ്. പ്രസാദ്, എന്താണ് ഇടതുപക്ഷത്തിന്റെ അവസ്ഥ? സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനം അകത്തളങ്ങളിലെങ്കിലും ആയിട്ടുണ്ടോ? ഡോക്ടർ ഷിനാസ് ബാബുവിന്റെ പേര് കൂടി ഈ പട്ടികയിലേക്ക് വരികയാണ്. എന്തൊക്കെയാണ് ഇടത് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിലയിരുത്തലിലേക്ക് LDF നേതൃത്വം, CPIM നേതൃത്വം വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് ഡോക്ടർ ഷിനാസ് ബാബുവിൻ്റെ കൂടി പേര് ഈ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഷിനാസ് ബാബുവുമായി പാർട്ടി നേതാക്കൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷെറോണ റോയി ഉൾപ്പെടെയുള്ള നേതാക്കൾ, നേരത്തെ തന്നെ പട്ടികയിലുള്ള ഷെറോണ റോയി, അതോടൊപ്പം ഷബീർ, DYFI നേതാവായ ഷബീർ, നേരത്തെ ഇവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്ന തോമസ് മാത്യു തുടങ്ങിയ ഷറഫ് അലി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ നിലവിൽ തന്നെ പട്ടികയിലുണ്ട്. അതിലേക്കാണ് ഈ ഡോക്ടർ ഷിനാസ് ബാബുവിൻ്റെ പേര് കൂടി പരിഗണിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ടും അതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ ജനകീയ ഡോക്ടറുമാണ്. നിലമ്പൂരിൻ്റെ വിവിധ മേഖലകളിൽ, ഉൾപ്രദേശങ്ങളിൽ പോലും പോയി അവിടെ സാമൂഹ്യ പ്രവർത്തനമെല്ലാം തന്നെ നടത്തി ആ പ്രദേശത്തുകാർക്ക് പരിചിതനായ ഒരാളാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഡോക്ടർ ഷിനാസ് ബാബുവിനെ കൂടി ഈ ഇതിലേക്ക് പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇപ്പോൾ PV അൻവർ ഏതെങ്കിലും ഘട്ടത്തിൽ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുകൂടി ഗുണകരമാക്കുക, അങ്ങനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നതിന് കൂടുതൽ അഭിപ്രായം വരുന്നത്. എന്നാൽ പാർട്ടി സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കണമെങ്കിൽ മുതിർന്ന നേതാക്കൾ, സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകളെ കൂടി മത്സരിപ്പിക്കണമെന്നൊരാവശ്യം പ്രാദേശിക നേതൃത്വം പറയുന്നുണ്ട്. പക്ഷേ അതിൽ സംസ്ഥാന നേതൃത്വം എന്ത് നിലപാടെടുക്കുമെന്നുള്ളതെല്ലാം നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും തീരുമാനം. എന്തായാലും വൈകുന്നേരത്തോടുകൂടി നാളെ LDFന്റെ CPMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. മഹേഷ് ചന്ദ്രനും പ്രസാദ് ഉടുമ്പശ്ശേരിയുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.